പുലിക്കളി ഇവിടെ കേരളത്തിലെ ഒരുപക്ഷെ ഓണാഘോഷങ്ങൾക്ക് സമാപ്തി കുറിക്കുന്ന ഒരു തൃശ്ശൂർക്കാരുടെ ഒരു അഹങ്കാരമെന്ന് തന്നെ വിശേഷിപ്പിച്ച് പറയേണ്ടി വരും. ഈ തിരുവനന്തപുരത്തെ വാരാഘോഷം അതൊക്കെ അതിൻ്റെ ഒരു പാരമ്പര്യം നോക്കിയാൽ അതൊക്കെ 80കളുടെയൊക്കെ പകുതിയോടുകൂടി മാത്രം ഉണ്ടായതാണ്. പുലിക്കളി എന്ന് പറയുന്നതും കുമ്മാട്ടിക്കളി എന്ന് പറയുന്നതും ഒക്കെ പൂരം പോലെ തന്നെ വലിയൊരു പാരമ്പര്യമുള്ള ഒരു സമ്പ്രദായമാണ്. അപ്പം അതിന് MP അല്ലാതിരിക്കുന്ന സമയത്തും ശ്രമിച്ചതാണ്. പക്ഷേ സൗത്ത് കൾച്ചറൽ സോണിൻ്റെ മാത്രം 1 ലക്ഷം രൂപ നൽകാനും കഴിഞ്ഞ വർഷം വരെ എൻ്റെ മകളുടെ പേരിലുള്ള ട്രസ്റ്റിൽ നിന്ന് 50,000 രൂപ നൽകാനും മാത്രമാണ് സാധിച്ചിരുന്നത്. ഇലക്ഷന് മുമ്പ് വാഗ്ദാനം നൽകിയില്ല. പക്ഷെ ജയിച്ച് വന്നതിന് ശേഷം ഇതിനൊരു സ്ഥാനക്കയറ്റം അല്ലെങ്കിൽ പ്രൊമോഷൻ നൽകുമെന്നൊരു വാക്ക് പുലിക്കളി സംഘങ്ങൾക്ക്, കാരണം ഞാൻ ഓർക്കുന്നുണ്ട് അവർക്ക് എല്ലാ വർഷവും ഓരോ സംഘത്തിനും 3 ലക്ഷം വരെ കടം വന്ന് വീഴാറുണ്ട്. അത് പിന്നെ എല്ലാവരും കൂടെ ഒത്തൊരുമിച്ച് കൂടി അത് പരിഹരിച്ച് തീർക്കാറുമുണ്ട്. ആ കടം അങ്ങനെ നിലനിൽക്കാറില്ല എന്ന് പറഞ്ഞ ഒരു വരി എനിക്ക് നല്ല ഓർമ്മയുണ്ടായിരുന്നു. അതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഇപ്രാവശ്യം കളക്ടറെ അടുത്ത് ഒരുപാട് നിർബന്ധിച്ച് കളക്ടർ അതൊരു 2 ആഴ്ചയ്ക്ക് മുമ്പാണ് ആ കത്ത് സംസ്ഥാന സർക്കാരിന് അയക്കുന്നത്. ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റിലെ സെക്രട്ടറി സത്യം പറഞ്ഞാൽ ഈ പുലിക്കളിയുടെ 5 ദിവസം മുമ്പ് മാത്രമാണ്, ഉത്രാടത്തിൻ്റെ തലേന്നാണ് സത്യത്തിൽ കത്ത് തരുന്നത്. അത്